ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗം അഖിൽമാരാറാണ്. കാരണം എന്താ വെച്ചാൽ 24 ന്യൂസിൽ വന്നിട്ട് ഊക്കി വിട്ട് ആഷ്മി ഊക്കി വിട്ട്. ഇതിനേക്കാളും നല്ലത് മുണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നല്ലേ അഖിൽമാരാറെ, നിനക്ക് നല്ലത്. നിനക്ക് നിലപാടുണ്ടോ? അതുമില്ല, വെളിപാടുമില്ല. നീ ന്യൂസ് ചർച്ചയിൽ വന്നിട്ട് ഈ 24 ന്യൂസിൽ വന്നിട്ട് വെറുതെ ഇരുന്ന് ചിലക്കല്ലേ, ഒരു തേങ്ങ അറിയില്ലെങ്കിൽ. നിന്നെ കൊണ്ട് പറ്റുന്ന പണി എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചൊറിയ, അല്ലാതെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. നാടിനൊരു ഉപകാരമില്ല, നാട്ടുകാർക്കൊരു ഉപകാരമില്ല. നീ ഇപ്പോൾ അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമല്ലേ കാണിക്കുന്നത്. നീ ഇപ്പോൾ 2 മാസം മുന്നേ സ്വതന്ത്രനായിട്ട് മത്സരിച്ചോട്ടെ, പക്ഷേ ഏത് പാർട്ടിക്ക് വേണ്ടിയത് നീ മത്സരിച്ചത്? അത് ഇവിടുത്തെ ഏത് ചെറിയ കുഞ്ഞു മക്കൾക്കും ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവും നിന്റെ ഈ കളി കണ്ടു കഴിഞ്ഞാൽ. നീ ഏത് പാർട്ടിക്കാണ് മത്സരിച്ചത്? BJP പാർട്ടിക്ക്. സുരേഷ് ഗോപിയുടെ കൂടെ നിന്നിട്ട് നീ പ്രസംഗിച്ചിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് 8 നില പൊട്ടിയിട്ട് നീ ഇവിടെ രാഷ്ട്രീയം മാറുകയാണ്. ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഏത് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അണ്ട് പൊട്ടന്മാരാവണ്ടടാ മാരാറെ. നീയേ, നിനക്കൊക്കെ എന്താ പറ്റുകയെന്നറിയോ? നീ ഇനിയിപ്പോൾ ഇനി കേരളത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും പോയിരിക്കണം. ഇനി പുതിയ രാഷ്ട്രീയം ഏതെങ്കിലും ഉണ്ടാക്കണം. അതാ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. ജിൻഡോ പറഞ്ഞാലോ തെറ്റില്ല. ജിൻഡോ എന്താ പറഞ്ഞത്? നിനക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് ഒരു തേങ്ങ അറിയില്ല എന്നാ പറഞ്ഞത്. സത്യമല്ല അയാൾ പറഞ്ഞത്. ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിയത്. എന്നാ നീ അങ്ങനെയല്ല. നീ ബിഗ് ബോസ് നേരെ ഇറങ്ങി രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതല്ലേ നീ ചെയ്തത്. അല്ലാതെ നിന്നെ കൊണ്ട് എന്താ പറ്റുക? ഒരു തേങ്ങയും പറ്റില്ല. വെറുതെ ആ ന്യൂസ് ചർച്ചയിൽ വന്നിരുന്നിട്ട് തീട്ടം വാരി എറിയ, ഒരാവശ്യമില്ലാണ്ട്. നിനക്കൊന്നും പറ്റുന്ന പണി ഇതല്ലടാ മാരാറെ. നിനക്കെന്താ പറ്റുന്ന? സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വർത്താനം പറയാൻ നിന്നെ കൊണ്ട് പറ്റും. ഓരോ പൊട്ടത്തരും. ഇന്നിപ്പോൾ നീ അഖിൽമാരാറെ പ്രശ്നം എന്താ വെച്ചാലേ, ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് മാറ്റി പറയും. ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. എന്നിട്ടൊരു ലൈവ് ഇട്ടിട്ട് ആഷ്മീനെ പറ്റിയിട്ട് ആഷ്മീനോട് ലൈവിൽ വരാൻ പറയല്ലേ നീ.